മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മുഡയുമായി ബന്ധപ്പെട്ട ഭൂമി കൈമാറ്റത്തിൽ അഴിമതി ആരോപിച്ചുള്ള കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് പിറകെ ഇഡി വരുന്നു. കുടുംബത്തിൻ്റെ അന്തസ്സാണ് തനിക്ക് വലുത്, അതുകൊണ്ട് ആ പ്ലോട്ടൊക്കെ തിരിച്ചെടുക്കണമെന്ന് CMന്റെ ഭാര്യ പാർവതി കത്തുകൊടുക്കുന്നു. ഇങ്ങനെ കുറേ ട്വിസ്റ്റുകളിലൂടെ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മുഡ സ്കാം? എവിടെയാണ് സിദ്ധരാമയ്യക്ക് പിഴച്ചത്? ആരാണ് സിദ്ധരാമയ്യയെ കുടുക്കിയത്? നമുക്കൊന്ന് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ എതിർക്കലിക്ക് തയ്യാറാക്കിದ್ದೀವಿ. കഴിഞ്ഞ ജൂലൈയിൽ ഒരു പറ്റം വിവരാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിനെ ചെന്ന് കണ്ടു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് 14 ഹൗസിംഗ് പ്ലോട്ടുകൾ സ്വന്തമാക്കി എന്നതായിരുന്നു പ്രശ്നം. മൈസൂരിന് പുറത്തുള്ള തൻ്റെ 3 ഏക്കറിലധികം വരുന്ന ഭൂമിക്ക് പകരമായിരുന്നു മുഡയിൽ നിന്ന് പാർവതി ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കിയത്. 50-50 അനുപാതത്തിൽ പരസ്പരം കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി വഴിയാണ് ഈ ഇടപാട് നടന്നത്. എന്നാൽ നിയമപരമായി പാർവതിയുടെ ഉടമസ്ഥതയിലുള്ളതല്ല കൈമാറിയ സ്ഥലം എന്നതായിരുന്നു ആരോപണം. പാർവതിക്ക് തൻ്റെ സഹോദരൻ മല്ലികാർജുൻ സ്വാമി ദാനമായി നൽകിയ ഭൂമിയായിരുന്നു അത് എന്നാണ് വിശദീകരണം നൽകിയത്. എന്തായാലും ഈ ഇടപാട് വഴി സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഭാര്യയ്ക്ക് പ്ലോട്ട് അനുവദിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്വാധീനം ചെലുത്തി, അധികാര ദുർവിനിയോഗം നടത്തി. ഇതൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. അങ്ങനെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനും അന്വേഷണം അനുവദിക്കാനും ഗവർണർ തയ്യാറാവുകയാണ്. तो एक गवर्नर एक ऐसी अथॉरिटी बन गई है जिसके कामकाज से सरकार में गिरा जा. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് നിലവിലുള്ള മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള മന്ത്രിസഭയും ഗവർണറും തമ്മിലുള്ള അധികാര തർക്കങ്ങളിലേക്ക് മുഡ കേസ് നീങ്ങി. അതിനിടെയാണ് സെപ്റ്റംബർ 24-ന് ഈ അന്വേഷണം ഹൈക്കോടതി ശരിവെക്കുന്നത്. അതോടെ സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അഴിമതി ആരോപണം ഉയർന്നതോടെ ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ സ്വാഭാവികമായും കർണാടക BJPയുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ടായി. CBI വഴിയുള്ള അന്വേഷണത്തിന് ആദ്യം ശ്രമമുണ്ടായെങ്കിലും കർണാടക സർക്കാർ അത് ഇടപെട്ട് തടഞ്ഞു. പക്ഷേ സാക്ഷാൽ ED തന്നെ മണി ലോണ്ടറിംഗ് കേസുമായി സിദ്ധരാമയ്യക്ക് പിറകെ വരികയാണ്. കർണാടക ലോകായുക്ത പോലീസ് രജിസ്റ്റർ ചെയ്ത FIRനെ അധികരിച്ച് ED സിദ്ധരാമയ്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനിടെയാണ് CMന്റെ ഭാര്യ പാർവതി മുഡക്ക് കത്തെഴുതുന്നത്. കേസിലേക്ക് നയിച്ച ഭൂമി ഇടപാടുകൾ എല്ലാം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടാണ് മുഡ കമ്മീഷണർക്ക് പാർവതി കത്തെഴുതിയത്. വൈകാരികമാണ് പാർവതിയുടെ വാക്കുകൾ. ഭർത്താവിന് ഈ പ്രശ്നത്തിൽ എന്താണ് അഭിപ്രായമെന്ന് എനിക്കറിയില്ല. ഞാനിത് അദ്ദേഹത്തോടോ മക്കളോടോ എൻ്റെ കുടുംബത്തിൽ ആരോടും തന്നെ ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ആരോപണങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോഴേ ഈ പ്ലോട്ടുകളൊക്കെ മുഡക്ക് തിരിച്ചു നൽകാൻ ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചതോടെ നിയമപരമായി പോരാടണം എന്ന് പലരും ഉപദേശിച്ചതുകൊണ്ടാണ് പോരാടാൻ തീരുമാനിച്ചത്. എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കറയില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിൽ താനൊരു കളങ്കമാകരുത് എന്നൊക്കെയാണ് പാർവതി പറയുന്നത്. കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തി ഒരു സാമ്പത്തിക നേട്ടവും താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പാർവതി പറയുന്നു. ഭാര്യയുടെ ഈ ഭൂമി തിരിച്ചു നൽകാനുള്ള തീരുമാനം ശരിവെച്ച സിദ്ധരാമയ്യ പൊതുജീവിതം അത്ര തന്നെ ശീലമില്ലാത്ത തൻ്റെ ഭാര്യയെ ആരോപണങ്ങൾ വല്ലാതെ തളർത്തുന്നുണ്ട് എന്നും എക്സിലൂടെ പ്രതികരിച്ചിരുന്നു. പക്ഷേ പ്ലോട്ടുകൾ ഭാര്യ തിരിച്ചു നൽകിയെന്ന് കരുതി സിദ്ധരാമയ്യയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ED കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. ED കേസേറ്റെടുത്താൽ പിന്നെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും എല്ലാം സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികൾക്ക് വഴിയൊരുങ്ങുകയാണ്. ആദ്യം ഹരിയാന മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, പിന്നീട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ED ഇതേ വർഷത്തിൽ 2024 പിന്തുടരുന്ന 3ാമത്തെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. ആദ്യത്തെ 2 പേരും ജയിലിൽ പോയി ജാമ്യത്തിൽ വന്നതാണ്. പ്രതിയോഗികളായ രാഷ്ട്രീയ നേതാക്കൾക്ക് പൂട്ടിടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് മുന്നേ തെളിഞ്ഞതാണല്ലോ. BJPയെ തോൽപ്പിച്ച് കനത്ത തിരിച്ചടി നൽകി അധികാരത്തിൽ വന്ന സിദ്ധരാമയ്യയുടെ വിധി എന്താകുമെന്ന് കണ്ടറിയണം.